പ്രാകൃതനായിരുന്ന മനുഷ്യനെ പ്രകൃതി എപ്രകാരം മെനഞ്ഞ് നന്നാക്കിയെടുത്തു, നല്ല മനുഷ്യനാക്കി തീർത്തു. ഒരു സിവിലൈസ്ഡ് മനുഷ്യൻ, ഒരു നമ്മൾ പറയല്ലോ സിവിലൈസ്ഡ് മനുഷ്യൻ, ഒരു സിവിലൈസ്ഡ് മനുഷ്യനാക്കി തീർത്തു. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി, അങ്ങനെ സിവിലൈസ്ഡ് മനുഷ്യരുടെ കൂട്ടായ്മയായിട്ടുള്ള സിവിലൈസ്ഡ് സൊസൈറ്റി സമൂഹമുണ്ടായി എന്നൊക്കെയുള്ള ചിന്തകൾ അന്വേഷിച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ BC 3-4 നൂറ്റാണ്ടുകളിലൊക്കെയൊക്കെ ഒരുപാട് സൂചനകൾ നമുക്ക് കിട്ടാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സൂചനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് സെനോ എന്ന് പറയുന്ന ഒരു വലിയ കച്ചവടക്കാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഒരു കച്ചവടമായിട്ട്, അന്നത്തെ കാലത്ത് പായക്കപ്പലുകളല്ലേ, കപ്പലിൽ കച്ചവട യാത്ര ചെയ്യുമായിരുന്നു. അത് ഗ്രീസിനടുത്ത് വെച്ച് കപ്പൽ തകർന്ന് തരിപ്പണമായി. അങ്ങനെ അദ്ദേഹം ആഥൻസിലെത്തിച്ചേർന്നിട്ട് അവിടുത്തെ അന്നത്തെ ഗ്രീക്ക് ചിന്തകരായിരുന്ന ഗ്രീസിൽ ഒരുപാട് തത്വചിന്തകളോടെടുത്തിട്ടുള്ള രാജ്യമാണല്ലോ ക്രൈറ്റസും സ്റ്റിൽപ്പോയുമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അങ്ങനെ സെനോ ഈ തത്വചിന്തയിൽ ആകർഷനായി ഒരുപാട് തത്വചിന്തകൾ ലോകത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അങ്ങനെ പങ്കുവയ്ക്കാനിടയാകത്തക്കവണ്ണം ധന്യനായി തീർന്ന ഈ സെനോയുടെ ഒരു ആത്മകഥ ഉണ്ട്. അതിതാണ്: ഐ മെയ്ഡ് എ പ്രോസ്പെറസ് വോയേജ് വെൻ ഐ സപ്പേർഡ് ഋഷിപ്രക്. ഒരു എൻ്റെ കപ്പൽ തകർന്നു പോയപ്പോൾ എൻ്റെ ജീവിതം ധന്യമായ യാത്രയിലേക്ക് പോയി. അന്ന് ആ കപ്പൽ അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ധനാഢ്യനായിട്ടുള്ള കച്ചവടക്കാരനായിട്ട് ഒരു പക്ഷെ മാറിയാണ്. പക്ഷേ അദ്ദേഹത്തിൽ ദൈവം നിക്ഷേപിച്ചിരുന്നത് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനല്ല, ഒരു സമൂഹത്തെ, ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ തക്കവണ്ണമുള്ള വലിയ ജ്ഞാനം അദ്ദേഹത്തിലുണ്ടായിരുന്നു. ആ ജ്ഞാനത്തിൻ്റെ ഷാർപ്പനിങ്, അതിനായിട്ട് അദ്ദേഹത്തെ ഗ്രീസിലെത്തിച്ചു. അദ്ദേഹം അതുവഴിയായിട്ട് ഒരുപാട് ചിന്തകൾ ലോകത്തിലേക്ക് നൽകി. നമ്മൾ പറയുന്ന സെനക്ക, സ്റ്റോയിസിസത്തിൻ്റെ ഒരു അടിസ്ഥാനം അത് അവിടെ നിന്നാണ്. ഈ സെനക്കയെക്കുറിച്ചാണ് സ്റ്റോയിസിസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം അങ്ങനെ സ്റ്റോയിസിസം എന്ന് പറയുന്ന ഒരു തത്വചിന്ത അതൊരു ജീവിത ശൈലികളെ കൂടിയാണ്. അങ്ങനെയുള്ള ജീവിതശൈലിക്ക് രൂപം കൊടുത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ജീവിതത്തിൽ എന്താണ് വഴിത്തിരിവ് ആയത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതല്ല. എന്തിനാണ് ഈ ഫിലോസഫി പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് സെനക്ക തന്നെ പറയുന്നുണ്ട്. സെനക്ക പറയുന്ന പർപ്പസ് ഇസ് ടു ടേക്ക് അവേ വിത്ത് വൺസെൽഫ് സംതിങ് എവറി ഡേ ആൻഡ് ഹി ഷുഡ് റിട്ടേൺ ഹോം ആസ് എ സൗണ്ടർ person or on the way to become a sounder man. ഒന്നുകൂടി നല്ല മനുഷ്യനാവാൻ തക്കവണ്ണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദിവസവും നമുക്ക് സമ്പാദിക്കാൻ കഴിയണം. ആ സമ്പാദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പത്തിൻ്റെ സമ്പാദ്യമല്ല, ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന, കൂടുതൽ ധന്യമാക്കുന്ന ഒരു കൂടുതൽ നല്ല മനുഷ്യനാണ്. സൗണ്ടർ എന്ന് പറയുന്നത് കൂടുതൽ നല്ല മനുഷ്യൻ, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറുന്നു. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് നല്ല മനുഷ്യൻ. ഒന്നുകൂടി നല്ല മനുഷ്യനാക്കാൻ സഹായിക്കുന്ന ചിന്തകൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കത് കൂട്ടിച്ചേർക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നല്ല മനുഷ്യനാവാനായിട്ടുള്ള പാതയിൽ നമ്മളായിത്തീരുക എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരെയും നല്ല മനുഷ്യനാക്കാനായിട്ടുള്ള പാതയിലേക്ക് എത്തിക്കാനും ചിന്തകൾക്ക് ഒരുപാട് സ്വാധീനമുണ്ടെന്ന് മറക്കരുത്. ആ ചിന്തിക്കാൻ തക്കവണ്ണമുള്ള വായന, കേൾവി, ശ്രദ്ധ, ജാഗ്രത ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയുന്നതാണ് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ പോയി, അങ്ങനെ അങ്ങ് പോകും. അല്ല, നമുക്ക് ചിന്തിപ്പിക്കാൻ സഹായിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ തന്നെയുള്ള പുതിയ ഒരു മുഖങ്ങളുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്നാക്കാൻ കഴിയും, മെച്ചപ്പെടുത്താൻ കഴിയും, കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറാൻ കഴിയും.
അങ്ങനെ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറി ആ നന്മയുടെ പൂർണ്ണതയിലാണ് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക എന്ന് മറക്കരുത്. ആ നന്മയുടെ പൂർണ്ണതയില്ലാത്ത ഒരു വ്യക്തിക്കും റെസ്റ്റ് ഇൻ പീസ് ഉണ്ടാവില്ല. കാരണം അവർ ലിവ് ഇൻ പീസ് ആയിരുന്നില്ല. സമാധാനത്തിൽ ജീവിച്ചവർക്ക് സമാധാനത്തിൽ അന്ത്യവിശ്രമം ഉണ്ടാവുകയുള്ളൂ. അപ്പം അന്ത്യവിശ്രമത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ നല്ല ജീവിതത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ചിന്തകളും നമുക്ക് വായിക്കാനോ ശ്രവിക്കാനോ ദർശിക്കാനോ ഒക്കെ കഴിയുന്ന ഓരോന്നും നമ്മെ എപ്രകാരം കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ സഹായിക്കുന്നു ചിന്തിക്കണം. അപ്പോൾ ഈ സെനോ പറഞ്ഞ മാതിരി ഐ മെയ്ഡ് എ പ്രോസ്പെറസ് വോയേജ് വെൻ ഐ സഫേർഡ് എ ഷിപ്പ്‌റെക്ക്. ജീവിതത്തിൽ നമുക്ക് പിടികിട്ടാത്ത ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അതിൽ തന്നെ ഒരു അന്ത്യമല്ല, എവിടെ ഒരു വഴിതിരിച്ചു വിടലാണ്. ടു മേക്ക് അവർ ലൈഫ് വോയേജ് മോർ പ്രോസ്പെറസ്. നമ്മുടെ ജീവിതയാത്ര കൂടുതൽ ധന്യമാക്കാനായിട്ടുള്ള ഒരു തിരിച്ചുവിടലാണ്. ആ തിരിച്ചറിയുവാനായിട്ടുള്ള ജ്ഞാനം നമുക്കുണ്ടാവട്ടെ. സ്റ്റോയിസിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം. ആ ജ്ഞാനം നമുക്ക് നമ്മളിലുണ്ട്. പക്ഷെ ആ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞാൽ കൂടുതൽ തിരിച്ച് നടക്കാനും ഒക്കെ ഉള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാവട്ടെ. ആ തിരിച്ചറിവിൽ കൂടുതൽ നല്ല മനുഷ്യരാവാൻ, ഓരോ ദിവസവും കൂടുതൽ നല്ല മനുഷ്യരാവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.